Watch full episodes on Jio Hotstar. ഞാൻ ശിവയെ വിളിച്ചതല്ലേ? എത്ര നല്ല സുന്ദര ആലാപനമായിരുന്നത്. മുത്തശ്ശ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മുത്തശ്ശി. രാവിലെ തന്നെ ഇങ്ങനത്തെ പാട്ട് കേട്ട് മനുഷ്യന് ദേഷ്യം വരുമ്പോ അവിടെ എങ്ങനെയാ നല്ലൊരു ഗുഡ് മോർണിംഗ് ഉണ്ടാവുന്ന പറ മോനെ. എനിക്ക് വയ്യ. ശിവ, ഞാൻ ഇന്നലെ നിന്നോട് പറയാൻ മറന്നുപോയതാ. എന്റെ ബാല്യകാല സുഹൃത്ത് പിക്കു എന്നെ കാണാൻ ലണ്ടനിൽ നിന്ന് വരുന്നത്രേ. അവന്റെ ഫ്ലൈറ്റ് ഉടനെ തന്നെ ഇവിടെ ലാൻഡ് ചെയ്യുന്നതാണ്. ശിവമോൻ അവനെ ചെന്ന് റിസീവ് ചെയ്യാമോ? ഓക്കേ മുത്തശ്ശ. പ്ലെയിനിൽ ലാൻഡായെന്ന് തോന്നുന്നു. വരും നമുക്ക് വേഗം പോവാം ഫ്രണ്ട്സ്. ഹലോ ആചാര്യ, ഞാൻ നിന്റെ നഗരത്തിൽ എത്തിക്കഴിഞ്ഞു കേട്ടോ. ഞാൻ ടാക്സിയിൽ അങ്ങോട്ട് വരുന്നുണ്ട്. നീ അവിടെ തന്നെ ഇരിക്കെ. എന്റെ കൊച്ചുമകൻ ശിവ നിന്നെ റിസീവ് ചെയ്യാൻ വരുന്നുണ്ട്. അവൻ ഉടനെ അവിടെ എത്തും. വഴി തെറ്റിപ്പോവാൻ ഞാൻ എന്താണോ കുട്ടി വല്ലതുമാണോ? ഞാനിപ്പോ ടാക്സിക്കകത്ത് കയറി കുറച്ച് സമയമാകുമ്പോഴത്തേക്ക് ഞാൻ അവിടെ എത്തുന്നേ. ശിവ ഇപ്പൊ വരേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ ഇത്? ആരാ നിങ്ങള്? ഒന്ന് നോക്കിയും കണ്ടും പോയിക്കൂടെ? മുണ്ടാണ്ട് മര്യാദക്ക് ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് വണ്ടി ഓടിക്കടാ. ഇങ്ങനെയൊക്കെയാണോടോ കുതിരയെ ഓടിക്കുന്നത്? മര്യാദക്ക് വഴി മാറിക്കേ. കണ്ടിട്ട് മനസ്സിലായില്ലേ? ഞങ്ങൾ നിങ്ങളെ കിഡ്നാപ്പ് ചെയ്തിരിക്കുക. കിഡ്നാപ്പോ? ആചാര്യ, എടോ ആചാര്യ, ഞാനൊരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുക. കുറച്ച് ആൾക്കാർ സീബ്രയുടെ പുറത്ത് കയറി വന്നത് എന്നെ കടത്തിക്കൊണ്ട് പോവാ. എന്നെ എങ്ങനെയൊക്കെ രക്ഷപ്പെടുത്താൻ നോക്കേ. നീ വിഷമിക്കാതിരിക്കെ പിക്കു. ഹലോ 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 ശിവ, എന്റെ ഫ്രണ്ട് പിക്കുവിനെ ഏതോ സീബ്ര ഗാങ് കിഡ്നാപ്പ് ചെയ്തിരിക്കയാ. ഓക്കേ മുത്തശ്ശ, അതെന്താന്ന് ഞാൻ നോക്കാം. എന്ത് പറ്റി ശിവ? മുത്തശ്ശന്റെ കൂട്ടുകാരനെ ഏതോ ഒരു സീബ്ര ഗാങ് കടത്തിക്കൊണ്ടുപോയെന്ന്. കുട്ടി, മര്യാദക്ക് വഴി മാറ. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്.
സീബ്ര ഗാങ് ഹാൻഡ്സ് അപ്പ്. ലഡ്ഡു സിംഗിന്റെ പരിധിയിൽ കിഡ്നാപ്പിംഗ് നടത്തുന്നു. ലഡ്ഡു സിംഗിന്റെ പരിധിയിൽ കിഡ്നാപ്പിംഗ് നടത്താനുള്ള ധൈര്യം ഇതുവരെ ഒറ്റോരുത്തരും ഉണ്ടായിട്ടില്ല. എന്നിട്ടാണോ താൻ സീബ്രയുടെ മീത കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ശിവ, ദേ അയാൾ അങ്കിളിനെ കൊണ്ട് പോയി. ഇൻസ്പെക്ടർ സാറേ, ഞങ്ങൾക്ക് ഈ കിഡ്നാപ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒരാളെ കടത്തിക്കൊണ്ടുവന്ന ഞങ്ങൾക്ക് പൈസ തരാന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ ഈ ജോലി ചെയ്തത്. പൈസക്ക് വേണ്ടി ചെയ്തതാ, അല്ലാതെ ഞങ്ങൾക്ക് വേറൊന്നും അറിയില്ല. നിനക്കൊന്നും അറിയില്ല? ചോദിക്കുന്ന വിധത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ മറുപടിയിൽ നീ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കും. ശിവ, നീ പോയിക്കോ. ഇത്തരം ഹാർഡ് കോർ ക്രിമിനൽസിനടുത്ത് ഇൻഫോർമേഷൻ കിട്ടാനുള്ള ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നീ എനിക്ക് ഫോൺ ചെയ്താ മതി. ഞാൻ മുത്തശ്ശന്റെ കൂട്ടുകാരൻ എവിടെ നിന്നുള്ള വിവരം ചോദിച്ച് മനസ്സിലാക്കി വെക്കും. ഓക്കേ ലഡ്ഡു സിംഗ് സർ. മുഖം നിവർത്ത്. എല്ലാവരും എന്റെ മുഖത്ത് നേരെ നോക്കി എന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയണം. സാറേ, സാർ എത്ര വലിയൊരു ശക്തിമാനാണെന്ന് അറിയോ സാറിന്? ഞങ്ങൾക്ക് സാറെന്ന് വെച്ചാലേ ഭയങ്കര പേടിയാ. എന്ത്? കേട്ടല്ലോ പേടാറാം, എന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയതേ. നിങ്ങള് പേടിക്കണ്ടെന്നേ. നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം അതൊക്കെ പറഞ്ഞോളൂ. സാറ് പറയുന്നത് പോലെ ഇപ്പൊ ഞങ്ങളുടെ ബോസ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളെ പിടിച്ചേനെ. ശിവ ഒന്നും ആലോചിക്കാതെയാ ഞങ്ങളെയൊക്കെ പിടിച്ചത്. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. നിങ്ങളായിരുന്നെങ്കിൽ ഞങ്ങളിങ്ങനെ ഓടി വന്ന് പിടിച്ചേനെ. എന്നിട്ട് ഇങ്ങനെ ഇറക്കി കൈപിടിച്ച് വിലങ്ങ് മണിയിച്ചേനെ. എന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോയി ലോക്കപ്പിൽ. നീ ഇത് കണ്ടോ പേടാറാം? ഇവർക്ക് നന്നായിട്ട് അറിയാം ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന്. അതിനുശേഷം ബോസിന്റെ ഫ്രണ്ടിനെ ഇതാ ഇങ്ങനെ പിടിച്ച് രണ്ടിനെ ഇതാ ഇങ്ങനെ വടിവെച്ച് അടിച്ചടിച്ചടിച്ച് പരിപ്പെടുത്തേനെ. വേണ്ട വേണ്ട, തല്ലല്ലേ. മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ഇനി തല്ലല്ലേ, മതി. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതിന് ശേഷം സാർ ഇവിടെ തന്നെ കിടന്നു. ബൈ 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 ബൈ. ശിവ, എന്റെ പേര് ചോട്ടേന്നാണെങ്കിലും ഞാൻ ചെയ്യുന്നതൊക്കെ കുരുത്തം കെട്ട പണിയാ. ഹലോ ഹലോ ആചാര്യ ചേട്ടാ. ഹലോ, ആരാ സംസാരിക്കുന്നത്? നിങ്ങളുടെ ഫ്രണ്ടിന്റെ വില എന്താണെന്നറിയോ? 5 കോടി രൂപ. എന്ത്? 5 കോടി രൂപയോ? എന്റെ ഫ്രണ്ടിനെ എവിടെയെങ്കിലും വിൽക്കുകയാണോ? അവൻ ഇത്രയ്ക്ക് ഡിമാൻഡോ? എന്താണ്ടോ തന്റെ തലയ്ക്ക് വല്ല ഓളം പിടിച്ചാ? എനിക്ക് 5 കോടി രൂപ വേണമെന്നാ പറഞ്ഞ്. തന്റെ കൂട്ടുകാരന് ഒന്നും പറ്റാത്ത കാണണമെന്നുണ്ടെങ്കിൽ മതി. താൻ 5 കോടി രൂപയുമായി ഓൾഡ് വാച്ച് ടവറിന്റെ അടുത്തുള്ള ഒരു കെട്ടിടത്തില് എത്തിക്കോണം, കേട്ടല്ലോ. നിങ്ങളിവിടെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിനെ ഒരുപാടങ്ങ് സ്നേഹിച്ച് വാളുകൊണ്ട് ഞാൻ വരച്ച് കളിക്കും. എന്താ, മനസ്സിലായോ? അരുത്, അവനെ ചെറിയ ചെറിയ പീസുകളാക്കി ഒരിക്കലും അരിയരുത്. ഞാനിത് 5 കോടിയുമായി വരികയാ. എത്രയും പെട്ടെന്ന് ശിവയെ വിവരം അറിയിക്ക്. വേണ്ട വേണ്ട, ശിവയെ ഒരിക്കലും അറിയിക്കരുത്. ഞാൻ 5 കോടി രൂപയുമായി ഓൾഡ് വാച്ച് ടവറിൽ പോകാൻ പോകുകയാ. എന്റെ ഫ്രണ്ടിനെ അവരിൽ നിന്ന് മോചിപ്പിക്കണം. അവനെ കുട്ടിക്കാലത്തിന് ശേഷം കണ്ടിട്ടേയില്ല. ഇപ്പൊ അവൻ എന്നെ തിരിച്ചറിയാൻ പറ്റുമോന്ന് പോലും അറിയില്ല. എത്ര കാലത്തിന് ശേഷമാ അവനെ ഒന്ന് കാണുന്നത്. അവരൊക്കെ ഭയങ്കരമായിട്ട് റൈഡൊക്കെ ചെയ്യുമായിരുന്നു, അറിയോ? ഞാനും അവരെക്കാട് നല്ല മിടുക്കനായിട്ടാ ഓടിക്കുന്നത്. ഡോങ്കിനെ ആയിരിക്കല്ലേ ഓടിച്ചത്. മോനെ ശിവ. ഓക്കെ മുത്തശ്ശി. മുത്തശ്ശി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഞാൻ ഇപ്പൊ തന്നെ ഓൾഡ് വാച്ച് ടവറിലേക്ക് ചെല്ലാം.
എന്തേ പണം കൊണ്ടുവന്നിട്ടുണ്ടോ? ആ ഇതാ പിടിച്ച പൈസ. എന്റെ ഫ്രണ്ട് എവിടെ? ആ കാറിനടുത്തൊരാള് നിൽക്കുന്ന കണ്ടില്ലേ? അവിടെ പോയാൽ നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിക്കു പിക്കു എന്റെ ഫ്രണ്ടേ, ഞാനിതാ എത്തിപ്പോയി. പിക്കു എന്റെ കൂട്ടുകാരാ. പീക്കുവോ? ഏത് പീക്കു? ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പീക്കു ഒന്നും അല്ല. എന്ത് പറ്റി ഡാർലിംഗ്? ഈ മനുഷ്യനെ കണ്ടില്ലേ? ചെറുപ്പത്തിലെ കൂട്ടുകാരനാന്ന് പറഞ്ഞ എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുമല്ലേ? അല്ലല്ല, നീ എന്റെ ബാല്യകാല സുഹൃത്ത് പിക്കുവാ. എന്റെ മാഷേ, നിങ്ങളുടെ വയസ്സെന്താണ്, എന്റെ വയസ്സെന്താണ്? നിങ്ങളുടെ ബാല്യകാലത്ത് ഈ ഞാൻ ജനിച്ചിട്ട് പോലും ഉണ്ടാവൂലെന്നേ. പിന്നെ ഞാൻ എങ്ങനെയാ നിങ്ങളുടെ കുട്ടിക്കാലത്ത് ഫ്രണ്ടാവുന്നേ? നീ പറയുന്നതും ശരിയാ. അപ്പൊ പിന്നെ എന്റെ ഫ്രണ്ട് പിക്കു ആരാ? ശിവ, നീ വന്നത് നന്നായി. അത് നോക്ക്, ആ കിഡ്നാപ്പർ എന്റെ കയ്യിൽ നിന്നും 5 കോടി വാങ്ങിയിട്ട് പോയി. എന്റെ ഫ്രണ്ടിനെ മോചിപ്പിച്ചുമില്ല. നിങ്ങൾ എല്ലാവരും എന്റെ പുറകെ വരൂ. ആദ്യം ഞാൻ ചെല്ലട്ടെ. അങ്കിൾ, മര്യാദയ്ക്ക് അവിടെ നിൽക്ക്. മുത്തശ്ശന്റെ അടുത്തുനിന്ന് വാങ്ങിച്ച പൈസ മര്യാദയ്ക്ക് തിരിച്ചു തന്നിട്ട് പോ. ഇപ്പൊ നീ പോലീസിന്റെ വലയിൽ വീണിരിക്കുന്നു. മര്യാദക്ക് ഇറങ്ങി മുത്തശ്ശന്റെ കൂട്ടുകാരൻ എവിടെയാണെന്ന് പറഞ്ഞേക്കേ. ഇൻസ്പെക്ടർ സാറേ, നിങ്ങൾ ചോദിക്കുന്ന പോലെ എനിക്ക് ആരുടെ ഒരു കാര്യം അറിയില്ല. എനിക്ക് ഇയാളുടെ കയ്യിൽ നിന്ന് 5 കോടി രൂപ ഓൾഡ് വാച്ച് ടവറിൽ നിന്ന് മേടിക്കാനാണ് ഉത്തരവ്. മാറിക്കോ. ശിവ, അതെ അത് കണ്ടോ? ലഡു സിംഗ് ആ സീബ്രയെ പിടിച്ചിട്ടുണ്ട്. ലഡു സിംഗ് സാറേ, നിങ്ങൾ ആ സീബ്രയെ മുറുകെ പിടിച്ചതാണല്ലോ, പിന്നെ എന്തിനാ വിട്ടത്? ഞാനതിനെ വിടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു പക്ഷെ അതെങ്ങാനും താഴെ വീട് കഴിഞ്ഞാൽ അതിന് പരിക്ക് പറ്റില്ലേ? വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ റോബോട്ട് ബിനെ അയച്ചു. ലൊക്കേഷൻ എവിടെയാന്ന് ഇപ്പൊ കാണാൻ പറ്റും. ലൊക്കേഷൻ വളരെ ശരിയാണ്. പക്ഷേ ഇത്ര മലയിടുക്കുകളുടെ ഇടയിൽ ആ സ്ഥലം എങ്ങനെ കണ്ടുപിടിക്കാ? അങ്കിൾ എവിടെയാ ഉള്ളതെന്ന് കണ്ടുപിടിക്കണം. പക്ഷെ എങ്ങനെ? ഭൂകമ്പം ഉണ്ടായാൽ എലികള് കൂട്ടത്തോടെ മാളത്തിൽ നിന്ന് പുറത്തു വരാറുണ്ട്. അതായത് അവ സ്വയം പേടിച്ച പുറത്തു വരുന്നേ. പക്ഷെ രേവ, നമ്മള് മിഷൻ ഇല്ലാതെ എങ്ങനെ ഭൂകമ്പം ഉണ്ടാക്കുക? നമ്മുടെ മുത്തശ്ശനുള്ളപ്പോ എന്തിനാ ബുദ്ധിമുട്ടുന്നേ? മുത്തശ്ശ, ഇന്ന് മുത്തശ്ശന്റെ പാട്ട് കേട്ട് ഭൂമി ആകെ ഒന്ന് കുലുങ്ങണ പോലെ ആവണം. ഈ വിജനമായ പ്രദേശത്ത് മുത്തശ്ശനെ തടയാൻ ആരും ഉണ്ടാവില്ല. എന്നാൽ ഞാൻ ഇന്ന് വരെ ആരും കേട്ടിട്ടില്ലാത്ത രാഗം തന്നെ ആലപിച്ചേക്കാം. ആരും കേൾക്കാത്തത്. ഇതെന്താ പെട്ടെന്നൊരു ഭൂകമ്പം വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. സാറേ, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ എല്ലാവരുടെ ജീവൻ അപകടത്തിലാവും. എന്താ എന്താ എന്നാ പിന്നെ സാധനങ്ങളൊക്കെ എടുക്ക. 5 കോടി രൂപ എടുക്ക. ഓടിക്കോ, 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 ഓടിക്കോ.
സീബ്ര ഗാങ്. ഓ അപ്പൊ ഈ പരിപാടിയൊക്കെ നിങ്ങൾ ഒപ്പിച്ചതാണല്ലേ? ഞങ്ങളെ പുറത്തേക്ക് വരുത്തിക്കാനായിരുന്നു. കുഴപ്പമില്ലെന്ന്. നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല കുട്ടി. എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് എല്ലാവരെയും ഞാൻ ഇല്ലാതാക്കി കളയും. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. എന്റെ അമ്മോ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഓ തല പെരുത്തു പോയി. മുത്തശ്ശന്റെ കൂട്ടുകാരനെ മര്യാദയ്ക്ക് തിരിച്ചു താ. ഫ്രണ്ടോ? എവിടത്തെ ഫ്രണ്ട്? ഇത് ഈ ചോട്ടെ കിഡ്നാപ്പറിന്റെ ഒരു സ്റ്റൈൽ അല്ലേ? ഞാൻ തന്നെ കൂട്ടുകാരനായി അഭിനയിച്ച് ഫോൺ ചെയ്യും. പിന്നെ എന്റെ ജോലിക്കാരനെ കൂട്ടുകാരനായി വേഷമിടിച്ച് പറഞ്ഞയക്കും. എന്നിട്ട് ഞാൻ തന്നെ അവനെ കിഡ്നാപ്പ് ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് പൈസ ചോദിക്കും. ഇദ്ദേഹത്തിന്റെ പിങ്കു എന്ന് പറഞ്ഞാൽ എന്റെ ആളാ. ദേ അവനല്ല നിക്കുന്നേ. ഇവൻ എന്റെ ഫ്രണ്ട് അല്ല. എല്ലാത്തിനെയും പിടിക്കേ, എന്നിട്ട് എല്ലാത്തിനെയും അവസാനിപ്പിക്കേ. അങ്കിൾ ഇവിടെ ഇവിടെ. ശിവ, രക്ഷിക്ക് ശിവ. ശിവ, ഇവനെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചേക്ക്. ഇവൻ യാതൊരു കാരണവുമില്ലാതെ എന്നെ വെറുതെ ബുദ്ധിമുട്ടിച്ചു. എന്റെ പൊന്ന് ഇൻസ്പെക്ടർ സാറേ, ഇദ്ദേഹത്തിന്റെ പാതയിൽ എന്നെ ഒന്ന് രക്ഷിച്ച് കൊണ്ടുപോ. മുത്തശ്ശ, പിടിക്കേണ്ടത് ഇവനല്ലായിരുന്നു. എന്തിനാ എന്നെ പോക്കിയിട്ടത്? സോറി ലഡ്ഡു സിംഗ്, ഇനി കുറ്റവാളിയെ അറസ്റ്റ് ചെയ്തുകൂടെ? ഓ യെസ് യെസ് മുത്തശ്ശ. കം ഓൺ. സീബ്രയിൽ കയറി വൃത്തികെട്ട പണികൾ ചെയ്യുന്ന കള്ളന്മാരെ നിങ്ങൾ എല്ലാവരും ജയിലിലേക്ക് പോകാൻ തയ്യാറായിക്കോ? ഹാൻഡ്സ് അപ്പ്. Watch India's largest kids library only on Jio Hotstar. Download the app now.